രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സസ്പെൻഷൻ നടപടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ നാടകമെന്ന് വിമർശനം. സസ്പെൻഷൻ നടപടിക്രമങ്ങൾ പാലിച്ചല്ല. സസ്പെൻഷൻ കാലാവധിയും വ്യക്തമാക്കിയിട്ടില്ലാത്തതിനാൽ രാഹുലിന് വേഗം പാർട്ടിയിൽ തിരിച്ചെത്താനാകുമെന്നാണ് വിവരം. രാഹുലിനോട് പാർട്ടി പദവികൾ രാജിവെക്കാൻ ആവശ്യപ്പെടാത്തതിലും ദുരൂഹതയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സസ്പെൻഷൻ പ്രഖ്യാപനത്തിൽ ജനരോഷം താൽക്കാലികമായി തണുപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമെന്നാണ് സൂചന. ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നാടകമാണെന്നും വിമർശനം ഉയരുന്നു. കോൺഗ്രസ് ഭരണഘടനാ പ്രകാരം സസ്പെൻഷൻ കാലാവധി വ്യക്തമാക്കണം. നടപടിക്ക് മുൻപ് ആരോപണ വിധേയനോട് വിശദീകരണം ചോദിക്കണം. മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി പദവികൾ രാജിവെക്കാനും ആവശ്യപ്പെടണം. രാഹുൽ KPCC അംഗമാണ്. അദ്ദേഹം പദവി രാജിവെക്കാത്തതുകൊണ്ട് തന്നെ കോൺഗ്രസ് മെമ്പർഷിപ്പിൽ നിന്നും പുറത്താകുന്നില്ല. മാത്രമല്ല, KPCC അംഗമായതിനാൽ എത്രയും വേഗം AICC അറിയിച്ച് KPCC എക്സിക്യൂട്ടീവിന്റെ അംഗീകാരം തേടണമെന്ന നടപടിക്രമങ്ങളും രാഹുലിന്റെ കാര്യത്തിൽ പാലിച്ചിട്ടില്ല. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കോൺഗ്രസിന്റെ ഭരണഘടന അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ഇതുവരെ പദവി രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. രാഹുലിനെ എത്ര നാളത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത് എന്നും വ്യക്തമാക്കിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്ന തീരുമാനം അത് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ തന്നെ അറിയിക്കുകയാണ്. രാഹുലിനെയും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇതിനാൽ സസ്പെൻഡ് ചെയ്യുന്നു. അതുവഴി തന്നെ അദ്ദേഹം കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി അംഗവും അദ്ദേഹത്തിന് ഇപ്പോൾ തുടർന്ന് ലഭ്യമല്ല എന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട്. സമാന ആക്ഷേപം നേരിട്ട കോൺഗ്രസ് MLA-മാരായ M. വിൻസെന്റ്, എൽദോസ് കുന്നപ്പള്ളി എന്നിവർക്കെതിരെയും പാർട്ടി നടപടിയെടുത്തിരുന്നു. അവർ രണ്ടുപേരും വേഗം പാർട്ടിയിൽ തിരിച്ചെത്തി. ഇപ്പോഴും MLA-മാരായി തുടരുന്നു. നടപടിക്ക് പിന്നാലെ നിയമസഭയിലെത്തിയ M. വിൻസെന്റ് നിയമസഭയിൽ അടിയന്തര പ്രമേയം അടക്കം അവതരിപ്പിച്ചു. അതുപോലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക മാത്രമാണ് രാഹുലിനെതിരെയുള്ള സസ്പെൻഷൻ എന്നുമാണ് സൂചന. പാർലമെന്ററി പാർട്ടിയിൽ അംഗമല്ലാത്ത ഇതൊക്കെ ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. പല പ്രാവശ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഇതെല്ലാം വ്യക്തമാക്കിയതാണ്. ഇനി അതിട്ട് ചുരണ്ടണ്ട. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.